ഹലോ, എല്ലാവർക്കും നമസ്കാരം. അതെ, വീഡിയോ ഒക്കെ ഇട്ടിട്ട് 2-3-4 ഒരാഴ്ചയിലും കൂടുതലായിട്ടാ. വീഡിയോ ഇടാനായിട്ടുള്ളൊരു മൂഡൊന്നും ഉണ്ടായില്ല. അങ്ങനെ എനിക്ക് വീട് വരെ പോകേണ്ടി വന്നു കേട്ടോ. എൻ്റെ ചേറ്റുവയിലാണ് വീട്. അപ്പോൾ ചേറ്റുവ വരെ പോകേണ്ടി വന്നു. ബസ്സിലാണ് ഞാൻ പോയത്. അങ്ങനെ വീട്ടിൽ ഇപ്പോൾ അവിടെ പാലം പണിയൊക്കെ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈ 6 വരി പാത ആക്കണതിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പാലത്തിൻ്റെ അടുത്ത് തന്നെ മറ്റൊരു പാലത്തിൻ്റെ പണി കൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം വണ്ടികളൊക്കെ ബ്ലോക്കായിട്ട് കുറച്ച് വൈകി. പിന്നെ എനിക്ക് പാലം കടന്ന് പോകാനില്ല, പാലത്തിൻ്റെ ഇപ്പുറത്താണ്. അപ്പോൾ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് പോകേണ്ട ഒരു കാര്യം ഉണ്ടായി. അത് കാരണം കൊണ്ട് അവിടം വരെ പോയിട്ട് തിരിച്ച് ഇപ്പുറത്തേക്ക് തന്നെ വന്നിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോയത്. കുറച്ച് അത്യാവശ്യ കാര്യങ്ങളുണ്ടായിരുന്നു വീട്ടിൽ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിലൊക്കെ പോയി. അങ്ങനെ ഞാൻ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ അമ്മയും ഒരാങ്ങളയും ആളുടെ ഭാര്യയും 2 കുട്ടികളാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. 2 ആങ്ങളമാരാണ് തറവാട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവർ മാത്രമേ ഉള്ളൂ. അമ്മ മൂത്താങ്ങളുടെ വീട്ടിലായിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങോട്ടൊന്ന് ഇന്നലെ വന്നിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ നിന്ന് കുറച്ച് നാളായിട്ട് വീട്ടിലേക്ക് വന്നിട്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കാണെന്ന് വെച്ചാൽ ആൻറ്റി വീഡിയോ എടുക്കുക, മോനുണ്ട് കേട്ടോ, അക്കുടു എന്നാണ് മോൻ്റെ പേര്. അവൻ പറഞ്ഞു ആൻറ്റി വീഡിയോ എടുക്കുക, ആൻറ്റിയുടെ വീഡിയോയിൽ എന്നെ കാണിക്കണം, എൻ്റെ സൈക്കിൾ ചവിട്ടുന്നത് കാണിക്കണം. അപ്പോൾ ഞങ്ങളുടെ മോള് പോത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ അവരുടെ കയ്യിലുണ്ട്, അത് പിടിച്ച് എനിക്ക് കൊണ്ട് കാണിച്ചു തരിക, അച്ഛമ്മ പോത്തിൻ്റെ അടുത്ത് നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് എൻ്റെ വീട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാറൊക്കെ ഉണ്ട്. ചില സമയത്ത് വലിയൊരു ഗ്യാപ്പ് വരും, എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓടി വരും കേട്ടോ. അങ്ങനെ അവൻ പറഞ്ഞ പോലെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ അവന് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കോഴീനെ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഓട്ടോയിൽ വന്നിരുന്നു, അപ്പോൾ ഞാൻ കോഴീനെ കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ ആ കോഴീനെയൊക്കെ വീഡിയോ പിടിക്കണമെന്നും പറഞ്ഞിട്ട് അപ്പോൾ ആ കോഴിക്ക് തീറ്റ കൊടുക്കുന്നത് വീഡിയോ പിടിച്ചു. പിന്നെ അമ്മേനൊക്കെ ആയിട്ട് കുറച്ച് നേരം എല്ലാവരുമായിട്ടും സംസാരിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. അവരുടെ കോഴിക്ക് തീറ്റ കൊടുത്തതാണ് ഞാൻ കാണാൻ വേണ്ടി. കോഴി വന്ന് കയ്യിൽ കൊത്തി. പിന്നെ അവനൊരു പോത്തുണ്ട്, രാമൻകുട്ടി എന്നാണ് പോത്തിനെ വിളിക്കുന്നത്. അപ്പോൾ വീട്ടിൽ പോത്തുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് അവന് രാമൻകുട്ടി എന്നാണ്. അതൊക്കെ അതിൻ്റെ വീഡിയോയിൽ പറയണം. കോഴി കൊത്തിയിട്ട് നല്ല നൊലോളി ചിരിക്കുക. പിന്നെ അവൻ്റെ സൈക്കിൾ ചവിട്ടി പോകണതിൻ്റെ വീഡിയോ വേണം, ആൻറ്റി വീഡിയോ പിടിക്കുമെന്ന് പറഞ്ഞിട്ട് സൈക്കിളൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ചവിട്ടി. പിന്നെ പുഴയുടെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട്. അപ്പോൾ അത് കാരണം കൊണ്ട് വേണ്ട, പുഴയുടെ സൈഡിൽ തന്നെ പുഴയുടെ തീരത്ത് മീൻ പിടിക്കാൻ വേണ്ടി വഞ്ചിയൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെയൊക്കെ നല്ലൊരു അടിപൊളി വീഡിയോ പിന്നാലെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്യാം എന്തായാലും. അങ്ങനെ വീട്ടിലൊക്കെ അവനായിട്ട് കുറച്ച് നേരമൊക്കെ വീഡിയോ ഒക്കെ പിടിച്ച് അത് കഴിഞ്ഞ് ഞാനൊരു 4-4:30 കൂടിയിട്ട് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണല്ലോ നമ്മൾ ചെല്ലുമ്പോൾ. അങ്ങനെ ഒരു 4-4:30 കൂടി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഞങ്ങളെ ബസ് സ്റ്റോപ്പിൽ തന്നെ കൊണ്ടുവിട്ടു. അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് ഒരു 6:30-7 മണിയോട് കൂടി ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അങ്ങനെ ചെറിയൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണാറുണ്ട്, പക്ഷേ നിങ്ങളൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണില്ല. അപ്പോൾ എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക്